ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഓഫ് ബീയിങ് പ്ലസ് V3. ഓഫ് എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ്? V3 എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ തേർഡ് ഫോം, അതല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ ഓഫ് ബീയിങ് പ്ലസ് V3 അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബീയിങ് പ്ലസ് V3 നമ്മൾ പല ലെസൺസിലും പഠിച്ചിട്ടുണ്ട്. അത് പാസീവ് വോയിസിലെ സെൻറ്റൻസുകൾക്കാണ് ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അതായത് കണ്ടിന്യൂവസ് ടെൻസുകളിലെ സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ബീയിങ് പ്ലസ് V3യുടെ ആവശ്യമുണ്ട്. പക്ഷേ ഓഫ് ബീയിങ് പ്ലസ് V3 എവിടെ ഉപയോഗിക്കും? അതാണ് ഇന്നത്തെ ടോപ്പിക്. ആദ്യം നമുക്ക് ബീയിങ് പ്ലസ് V3 എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് പറയാം. ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ അവളെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ്. സ്കോൾഡഡ് എന്നത് V3 ഫോമാണ്. സ്കോൾഡ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സ്കോൾഡഡ്. ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ് എന്ന് പറയുമ്പോൾ അവളെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അവളല്ല വഴക്കു പറയുന്നത്. അവിടെ സബ്ജക്റ്റ് ആരും ആയിക്കോട്ടെ, സബ്ജക്റ്റ് ആരാണ് എന്ന് പറയുന്നില്ല, പക്ഷെ അവൾ വഴക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് അല്ല അവിടെ ആക്ഷൻ ചെയ്യുന്നത് വേറെ ആരോ ആണ്. സംബഡി ഈസ് സ്കോൾഡിങ് ഹെർ എന്നാണ് അതിൻ്റെ മീനിങ്. അത് ഒരു ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുകയാണെങ്കിൽ സംബഡി ഈസ് സ്കോൾഡിങ് ഹെർ, അവളെ ആരോ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സെൻറ്റൻസിനെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ. അപ്പോൾ അവിടെ ബീയിങ് പ്ലസ് V3 വരുന്നു. ബീയിങ് സ്കോൾഡഡ്. ഷീ ഈസ് ബീയിങ് ക്രിറ്റിസൈസ്ഡ് എന്ന് പറഞ്ഞാലോ അവൾ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരൊക്കെയോ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാസീവ് വോയിസിലെ സെൻറ്റൻസാണ്. ഷീ ഈസ് ബീയിങ് ക്രിറ്റിസൈസ്ഡ് എന്ന് പറയുമ്പോൾ. വി ആർ ബീയിങ് എൻകറേജ്ഡ്. നമ്മൾ എൻകറേജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സബ്ജക്റ്റ് ആരാണ് എന്ന് പറയുന്നില്ല. വി ആർ ബീയിങ് എൻകറേജ്ഡ്. വി ആർ ബീയിങ് പ്രൊമോട്ടഡ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പാസീവ് വോയിസിലെ സെൻറ്റൻസുകളാണ്. അപ്പോൾ ബീയിങ് പ്ലസ് V3 അവിടെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. ഓഫ് ബീയിങ് പ്ലസ് V3 എവിടെ ഉപയോഗിക്കും എന്നാണ്. അപ്പോൾ ബീയിങ് എന്നതിന് മുന്നിൽ ഒരു ഓഫ് വേണം. ഓഫ് വേണമെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക. ഏതെങ്കിലും ഒരു വേർഡ്, ആ വേർഡിനോട് ചേർന്ന് ഓഫ് എന്ന പ്രപ്പോസിഷൻ വന്നാൽ മതി. അത് അവിടെ നമുക്ക് ഉപയോഗിക്കാം. എത്രയോ അഡ്ജക്റ്റീവ്സ്, നൗൺസ് ഒക്കെ അതുപോലെ ഓഫ് എന്ന പ്രപ്പോസിഷൻ വരുന്നതുണ്ട്. ഫോർ എക്സാമ്പിൾ ടയേർഡ് ഓഫ്, ഫോണ്ട് ഓഫ്, അഫ്രൈഡ് ഓഫ്, ഫിയർ ഓഫ്, ജോയ് ഓഫ്, പ്രൗഡ് ഓഫ്. അപ്പോൾ ഇത്തരം വാക്കുകൾ അതിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് പ്ലസ് ബീയിങ് പ്ലസ് V3 എന്ന ഒരു ഫോം പാസീവ് വോയിസിൽ ഉണ്ടാക്കാം. നമുക്കപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഷീ ഈസ് ബീയിങ് സ്കോൾഡഡ്. ഷീ ഈസ് ടയേർഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ്. ഷീ ഈസ് ടയേർഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ്. നോക്കൂ, ഓഫ് ബീയിങ് സ്കോൾഡഡ് ആ സെൻറ്റൻസിൽ വന്നു. ഷീ ഈസ് ടയേർഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? അവൾ വല്ലാതെ ക്ഷീണിച്ചു, വഴക്ക് കേട്ട് ക്ഷീണിച്ചു. ഈ ടയേർഡ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി നമ്മൾ ക്ഷീണിച്ചു എന്നല്ല. അതിനർത്ഥം നമ്മൾ വല്ലാതെ നമുക്ക് ദേഷ്യം തോന്നുന്നു, നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നു, നമുക്ക് ബോറടിച്ചു തുടങ്ങി. ബി ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബി ബോർഡ് വിത്ത് എന്നാണ്. ബി ടയേർഡ് ഓഫ് സംതിങ് അല്ലെങ്കിൽ സംവൺ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ്. ഇപ്പോൾ ഒരാളുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, നമുക്ക് വല്ലാതെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് മടുത്തു എന്ന് പറയില്ലേ. അപ്പോൾ ഐ ആം ടയേർഡ് ഓഫ് ഹെർ, ഐ ആം ടയേർഡ് ഓഫ് ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ ആം ടയേർഡ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് മടുത്തു തുടങ്ങി. ഐ ആം ടയേർഡ് ഓഫ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി മടുത്തു തുടങ്ങി. അതായത് ഒരേ കാര്യം തന്നെ, സെയിം കാര്യം തന്നെ നമ്മൾ പിന്നീട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുക്കില്ലേ? അതാണ് ടയേർഡ് ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ ഷീ ഈസ് ടയേർഡ് ഓഫ് ബീയിങ് സ്കോൾഡഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും വഴക്ക് കേട്ട് അവൾക്ക് മടുത്തു. അതാണ്. അപ്പോൾ ഓഫ്
പ്ലസ് ബീയിങ് പ്ലസ് V3 അവിടെ ഉപയോഗിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഫോണ്ട് ഓഫ്. ഫോണ്ട് ഓഫ് നമുക്ക് ഉപയോഗിക്കാം. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഐ ആം ഫോണ്ട് ഓഫ് ഐസ്ക്രീം. ഫോർ എക്സാമ്പിൾ, ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ബീയിങ് ഇൻവൈറ്റഡ്. ചില ആളുകളെ ചിലപ്പോഴൊക്കെ എപ്പോഴും പല കാര്യങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ അവർക്കത് വല്ലാതെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ബീയിങ് ഇൻവൈറ്റഡ്. അങ്ങനെ എന്നെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യപ്പെടാൻ, മറ്റുള്ളവരാണ് കേട്ടോ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ബീയിങ് ഇൻവൈറ്റഡ്. ഞാൻ ഇൻവൈറ്റ് ചെയ്യപ്പെടാൻ അങ്ങനെ അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫോണ്ട് ഓഫ് ബീയിങ്, ഓഫ് കഴിഞ്ഞിട്ട് ബീയിങ് അവിടെ ഉപയോഗിച്ചില്ലേ, അത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അവിടെയാണ് ബീയിങ് ഇൻവൈറ്റഡ്. കാരണം ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരാണ്. ഐ എന്നതല്ല അവിടെ സബ്ജക്റ്റ്. ഞാൻ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യപ്പെടാൻ എനിക്കത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ദാറ്റ് ഗേൾ ഹാസ് ദ ഫിയർ ഓഫ് ബീയിങ് ഇൻസൾട്ടഡ്. ദാറ്റ് ഗേൾ ഹാസ് ദ ഫിയർ ഓഫ് ബീയിങ് ഇൻസൾട്ടഡ്. ഇവിടെ ഓഫ് ബീയിങ് ഇൻസൾട്ടഡ്, ഓഫ് ബീയിങ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസൾട്ട് എന്ന വാക്കിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഇൻസൾട്ടഡ്. അപ്പോൾ ഷീ ഹാസ് ദ ഫിയർ ഓഫ് ബീയിങ് ഇൻസൾട്ടഡ്. അവൾക്ക്, ആ ഗേളിന് പേടിയുണ്ട്. എന്താണ്? ഇൻസൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ എന്നാണ് അവിടെ മീനിങ്. ഇത് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോമാണ്. അതുകൊണ്ട് തന്നെ ദ ഗേൾ ഹാസ് ദ ഫിയർ ഓഫ് ബീയിങ് ഇൻസൾട്ടഡ്, അതായത് ഇൻസൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ അവൾക്ക് പേടിയുണ്ട് എന്നാണ്. അടുത്ത സെൻറ്റൻസ്, ദാറ്റ് ബോയ് ഈസ് പ്രൗഡ് ഓഫ് ബീയിങ് ഗിവൺ എ ടോയ്. ദാറ്റ് ബോയ് ഈസ് പ്രൗഡ് ഓഫ് ബീയിങ് ഗിവൺ എ ടോയ്. ഇവിടെ പ്രൗഡ് ഓഫ് ഉപയോഗിച്ചു. ഓഫ് കഴിഞ്ഞിട്ട് ബീയിങ് പിന്നെ V3 ഫോം. അപ്പോൾ കുട്ടിക്ക് ആരോ, അതായത് ആ ഒരു കുട്ടിക്ക് ആരോ ടോയ് കൊടുത്തതിൽ അവൻ വളരെ പ്രൗഡാണ്. പ്രൗഡ് ഓഫ് ബീയിങ് ഗിവൺ. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തത്, ടോയ് കൊടുത്തത് വേറെ ആരോ ആണ്. അത് നമ്മളിവിടെ പറയുന്നില്ല. അത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. ദ ബോയ് ഈസ് പ്രൗഡ് ഓഫ് ബീയിങ് ഗിവൺ എ ടോയ്. ഹി ഈസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് ഗിവൺ എ ലോട്ട് ഓഫ് മണി. ഹി ഈസ് അക്യൂസ്ഡ് ഓഫ്, അതായത് മറ്റാരോ കുറ്റം ആരോപിക്കുകയാണ്. ഹി എന്ന് പറയുന്ന ആളല്ല ആ കാര്യം ചെയ്തത്. കുറ്റം ആരോപിക്കുക, കൂടുതൽ പൈസ അയാൾക്ക് കൊടുത്തു എന്ന ഒരു കുറ്റം ആരോപിക്കുന്നു. ഹി ഈസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് ഗിവൺ എ ലോട്ട് ഓഫ് മണി. അവിടെയും ഓഫ് കഴിഞ്ഞിട്ട് ബീയിങ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചത്. ബീയിങ് ഗിവൺ. ദേ ആർ അഫ്രൈഡ് ഓഫ് ബീയിങ് ബീറ്റൺ. ദേ ആർ അഫ്രൈഡ് ഓഫ് ബീയിങ് ബീറ്റൺ. നോക്കൂ, അവർ പേടിച്ചിരിക്കുന്നു. എന്തിനാ? അഫ്രൈഡ് ഓഫ് ബീയിങ് ബീറ്റൺ, മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ അവർ പേടിച്ചിരിക്കുകയാണ് എന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റാരോ അവരെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ അവർ പേടിക്കുന്നു. അവർ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മറ്റാരോ അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ അവർക്ക് പേടിയുണ്ട്. ദേ ആർ അഫ്രൈഡ് ഓഫ് ബീയിങ് ബീറ്റൺ. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ബീയിങ് ചീറ്റഡ്. അവൾ പേടിച്ചിരിക്കുന്നു. എന്തിനാണ്? അവൾക്ക് പേടിയുണ്ട്. അഫ്രൈഡ് ഓഫ് ബീയിങ് ചീറ്റഡ്, ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ആണ്. അവളല്ല ചതിക്കുന്നത്, മറ്റാരോ അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ അവൾക്ക് പേടിയുണ്ട്. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ബീയിങ് ചീറ്റഡ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ കനോട്ട് എക്സ്പ്രസ് ദ ജോയ് ഓഫ് ബീയിങ് അവാർഡഡ്. അവാർഡ് തന്നുകൊണ്ടിരിക്കുന്നു. അവാർഡഡ് ആവുക മീൻസ് അവാർഡ് അവിടെ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവാർഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഐ കനോട്ട് എക്സ്പ്രസ് ദ ജോയ്, ആ ഒരു അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നതിലുള്ള ആ ഒരു സന്തോഷം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഐ കനോട്ട് എക്സ്പ്രസ് ദ ജോയ് ഓഫ് ബീയിങ് അവാർഡഡ്. ഐ കാൺട്ട് ഹാൻഡിൽ ദ പ്രഷർ ഓഫ് ബീയിങ് given a lot of responsibilities. I can't handle, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്? the pressure of being given a lot of responsibilities. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതിൽ ആ ഒരു പ്രഷർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പ്രഷർ ഓഫ് എന്നുപയോഗിച്ചു.
നോക്കൂ, ഓഫ് കഴിഞ്ഞിട്ട് ബീയിങ് ഗിവൺ, അപ്പോൾ ബീയിങ് പ്ലസ് V3. അപ്പോൾ ഓഫ് ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് എന്ന് മനസ്സിലായല്ലോ.